കായംകുളം പുതുപ്പള്ളി കോട്ടയ്ക്കകത്ത് ജംഗ്ഷനിലെ ശ്രീശൈലം ഭക്തജന സമിതി ബാലജന സഖ്യത്തിന്റെയും ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന 21ാമത് ഗണേശോത്സവത്തിന്റെ ഭാഗമായി നിർധന പെൺകുട്ടിയുടെ വിവാഹം നടത്തി. രണ്ടാമത്തെ തവണയാണ് സംഘടനകൾ ഇത്തരത്തിലുള്ള വിവാഹം നടത്തുന്നത്. കായംകുളം പുതുപ്പള്ളി കോട്ടയ്ക്കകത്ത് ജംഗ്ഷൻ ശ്രീശൈലം ഭക്തജന സമിതി ബാലജന സഖ്യം ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി രണ്ടാമത് വിവാഹം നടത്തി. നിർധന പെൺകുട്ടിയുടെ വിവാഹമാണ് നടത്തിയത്. ഇതിനു മുന്നോടിയായി നടതുറക്കൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തുടർന്ന് വധൂവരന്മാരെയും വിവാഹമംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നവരെയും സ്വീകരിക്കൽ, വധൂവരന്മാർക്ക് ആശംസ നേർക്കൽ, വിശിഷ്ട അതിഥികളുടെ പ്രസംഗം എന്നിവ നടന്നു. ഇടമരുത്തുശ്ശേരി ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. ചടങ്ങുകൾ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. ശിവശൈലം ഭക്തജന സമിതി ബാലജന സഖ്യവും ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് 21 വർഷമായി ഗണോത്സവം നടക്കുകയാണ്. ഈ 20 വർഷത്തിനിടയ്ക്ക് അവർക്കുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 വർഷമായി അവര് ഒരു കുടുംബത്തിന് വിവാഹം കഴിഞ്ഞ വർഷം വധൂവരന്മാരെ കണ്ടുപിടിച്ച് അവർക്ക് ജീവിക്കുന്നു. ഈ വർഷം 2 കുടുംബത്തെ കണ്ടുപിടിച്ചിട്ട് അവരെയും വിവാഹം കഴിപ്പിക്കുവാൻ ശിവശൈലം ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് രാജേഷും ശരണ്യയും 2 കുടുംബങ്ങളാണ്. ആ 2 കുടുംബങ്ങളെ അവർക്ക് വേണ്ടുന്ന സ്വർണവും പൈസയും ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ വെച്ച് 10:30 മണിക്ക് വിവാഹം കഴിക്കുക. നേതൃത്വം കൊടുത്ത ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. വാർഡ് മെമ്പർ ശ്രീലത, ചിത്രലേഖ, SNDP ഭാരവാഹി സന്തോഷ്, വടക്കേ ആഞ്ഞലിമൂട് ജമാഅത്ത് പ്രസിഡന്റ്, സംഘടനയുടെ രക്ഷാധികാരി ജയകുമാർ RK, പ്രസിഡന്റ് ജയൻ S, സെക്രട്ടറി ബാബു T, കൺവീനർ സുബ്രഹ്മണ്യൻ, ഖജാൻജി അജയ്കുമാർ R, വൈസ് പ്രസിഡന്റ് അനു പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ശ്രീകുട്ടൻ എന്നിവർ പങ്കെടുത്തു. അന്നദാനം, ദീപാരാധന, ദീപക്കാഴ്ച, തിരുവാതിര, തെയ്യാട്ടം എന്നിവയും തുടർന്ന് നടന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.